ഈ കാട്ടാക്കട എവിടെ ഉള്ളത്? നീ ചിരിക്കണ ഒറിജിനലായിട്ട് ചിരിക്കണ ഞാൻ വേണമെങ്കിൽ റെഫറൻസ് 2-3 ഇന്റർവ്യൂ ഇഷ്ടമൊന്നല്ലേ നമ്മള് ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ ബ്രിജീഷ് എന്നൊക്കെ പറയും. ഇതിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ളതിനെ പറ്റി ഇതിനറിയോ? സമ്മതിച്ചോട്ടെ പറഞ്ഞാൽ പുള്ളി ഉണ്ടെന്ന് പറയും. നമ്മള് പുറത്തങ്ങനെ ഇറങ്ങാറില്ല, അതുകൊണ്ടാണ്. ഓ ആകെപ്പാടെ ചാലയെല്ലാം കണ്ടേ പോയി സാധനം എടുക്കും, വിഗ് എടുക്കും, വന്ന് അഭിനയിക്കും, വീണ്ടും ചരിഞ്ഞ് കിടക്കും. വിളിച്ചിട്ടുണ്ട് കേട്ടോ കല്യാണി പ്രസിഡന്റ് ലോകരാജ്. നിങ്ങളുടെ കാട്ടാക്കട തന്നെ നിങ്ങൾക്ക് തന്നെ അതിന്റെ കുറച്ച് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതായത് കുറച്ച് നെഗറ്റീവ് കടുത്ത മലയാളം പുള്ളിയുടെ ഇംഗ്ലീഷ് ഏറ്റവും അധികം കൊള്ളാത്ത സജഷൻസ് തരുന്നതാരാ? ഇനി പറഞ്ഞ ഗോകുലക്കാരെ എന്തൊരു ഞാൻ ചോദ്യം കേട്ടില്ല. ഇങ്ങനെ ചെയ്യട്ടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ചെയ്താൽ മതി എന്ന് പറയുന്ന അവസ്ഥ വരുന്നതായിരിക്കാം. എനിക്കുണ്ട് പ്രണയ ജീവിതം പബ്ലിക് ആക്കാൻ ഇഷ്ടമാണ്. പ്രണയ ജീവിതം ഒന്നുമില്ല എന്റെ ഇടയിൽ കൂടെ. ഏത് വയസ്സിലെ കല്യാണം കഴിഞ്ഞപ്പോ? അല്ല വളരെ എങ്ങായി തോന്നുന്നു. ഗോകുലിന്റെ വരുന്ന ചിങ്ങത്തിൽ ഇല്ല ലൈൻ കട്ട് റീച്ച് ആവും എന്നറിയാം, എന്നാൽ ഇത്രത്തോളം റീച്ച് ആവും അങ്ങനെയൊന്നും ഇല്ലേ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അർജുന അശോകൻ വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരട്ടെ, അങ്ങോട്ട് വരുന്നു, കാണുന്നു, നിങ്ങളോട് ചില്ല് ചെയ്യുന്നു, ആ ഒരു ലീഗ് ഒന്നും ഒരിക്കലും സ്വപ്നങ്ങളിൽ പോലും ഇല്ല. അജു വർഗീസ് ഏട്ടൻ വിളിച്ചിരുന്നു, അവന് വിനയ് ഫോർട്ടാട്ടൻ വിളിച്ചിരുന്നു, എല്ലാരും വിളിക്കുന്നുണ്ട് പേഴ്സണലി. ഞാൻ പറഞ്ഞു വീട്ടിലോട്ട് വരാൻ പറഞ്ഞു, എന്നാലും നമുക്ക് വീഡിയോ എടുത്തിടാൻ പറ്റുമോ? Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. നീ കാട്ടാക്കട എവിടെ ഉള്ളത് എന്ന ഒറ്റ ഡയലോഗ് മതി ഇവരാരാണെന്ന് മനസ്സിലാക്കാൻ. കാട്ടാക്കട എന്ന സ്ഥലത്തിന് തന്നെ പുതിയൊരു തരത്തിൽ പ്രസിദ്ധി നൽകിയ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ടീം, കൃത്യമായിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് കൊണ്ട്, ഡെഡിക്കേഷൻ കൊണ്ട് ഇപ്പോൾ അവർ മലയാള സിനിമയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പാൻ ഇന്ത്യൻ ബ്രാഞ്ചിലെ പ്രധാനപ്പെട്ട 4 പേരാണ് എന്നോടൊപ്പം ചേരുന്നത്. നമസ്കാരം. ഭയങ്കര പ്രൗഡാണ് നിങ്ങളെ കാണുമ്പോൾ. ഇപ്പം അതിരടി റിലീസായിരിക്കുന്നു, അപ്പോൾ അതിനുശേഷം കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഇതിൻ്റെ ക്യാരക്ടർ മാത്രം അതിരടി എന്ന സിനിമയിൽ വരുമ്പോൾ ഉള്ളൊരു കയ്യടിയുണ്ട്, മൊത്തത്തിലൊരു ഫാൻ ഫോളോയിങ് ഉണ്ട്. അതിരടി കണ്ടപ്പോൾ എന്താണ് ശരിക്കും ഫീൽ ചെയ്തത്? ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഷോ അല്ല ഞാൻ കണ്ടേ, പ്രീമിയർ ഷോ അല്ല കണ്ടേ, പിറ്റേ ദിവസം ഉച്ചയ്ക്കുള്ള ഷോ ആണ് ഇവിടെ. അമ്മയായിട്ടൊക്കെ പോയി, അമ്മയും ഫ്രണ്ട്സും ആയിട്ടൊക്കെ ഇവര് തന്നെ. ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, കാര്യം അവനൊക്കെ കൂടെ വരണം. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, സീന് കട്ടായി പോവോ ഇല്ലേ, നമുക്ക് അറിഞ്ഞൂടല്ലോ അപ്പൊ ലൗട്ട് എങ്ങനെ വരും എന്നുള്ള. ലൈഫിലൊരു അബദ്ധം പറ്റുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വിചാരിച്ചോ? അപ്പൊ അത് ഇപ്പൊ ബ്രോനെ ഇപ്പൊ പറഞ്ഞു കാണിക്കുന്നുണ്ടല്ലേ, 2 സൈഡും ബ്രോനെ അഭിനയിച്ചൊക്കെയാണല്ലോ കാണിക്കുന്നത്. ഇവര് 4 പേരും ആ സ്വഭാവക്കാരാണോ? ഒരു സംഭവം ഉണ്ടായപ്പോ അത് പ്രസന്റ് ചെയ്യുന്ന ആ വിധത്തിൽ തന്നെയാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ പുള്ളി വിറ്റ് പറയും, ഇതുപോലെ കഥ പറയും, അല്ലാതെ അഭിനയിച്ചൊന്നും കാണിക്കില്ല. ഈ നാട്ടിൽ നടക്കുന്ന കഥകളെ പൊലിപ്പിച്ച് പറയുന്ന ആള്. പൊലിപ്പിച്ചു. അയ്യോ വേന്ദ്രായി പറഞ്ഞോണ്ടാണ് ഇങ്ങനെ ഇതിന് വേണ്ടി കണ്ടതിന് വേണ്ടി പറയണം. ഇദ്ദേഹത്തിന് ഏറ്റവും ഹിറ്റായ കഥ ഏതാ? പുറത്തു പറയാൻ പറ്റുമോ? ഓയ കഴക്കൂട്ടം സെൽഫ് ഇതല്ലേ പുള്ളി ജീവിതാനുഭവത്തിൽ നിന്നൊക്കെ മറ്റേ വാലന്റൈൻസ് ഡേ ഓയ കഴക്കൂട്ടൻ പാർട്ട് 1 ഉണ്ട്, 2 ഉണ്ട്. 2 കുറച്ച് കൈ തട്ടിട്ടുണ്ടല്ലോ, കുറച്ച്. പിന്നെ പുള്ളി ഒന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ എണ്ണം കൂടെ കൈ ചെയ്തിട്ട് ഇതാണോ മറ്റേ ഇതില്ല ജീവിതം ഇല്ല എന്നൊക്കെ പറഞ്ഞത്? ഇനിയിപ്പോ എന്താ ഭാവി പരിപാടികൾ? എന്താ ഓൺ പ്രൊഡക്ഷൻ അല്ലാതെ ഇപ്പൊ ഹാഷിനൊക്കെ ഒരു മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇത്, അപ്പൊ അദ്ദേഹം ഈ ചെയ്യാൻ പോകുന്ന സിനിമകൾക്കൊക്കെ ആ ഒരു വലിപ്പുണ്ടെന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. അപ്പൊ കരിക്ക് അവരുടെ ഓൺ സിനിമ ലോഞ്ചായി. ഇപ്പൊ നിങ്ങളുടെ ഈ ഭാവി പരിപാടി എന്താ? ബ്രാഞ്ച് പ്രൊഡക്ഷൻ വരും, സിനിമ പ്രൊഡക്ഷൻ വരും. ഓക്കെ അത് ഈ വർഷം വരുമോ? ഇല്ല, അത് സമയമെടുത്ത്. അപ്പൊ നിങ്ങളുടെ ഓൺ പ്രൊജക്ടുകൾ വരുമോ? വരും. ഓക്കെ. നിങ്ങൾ 4 പേരും നായകന്മാരാവുന്ന സിനിമകൾ? നായകനല്ല, നമ്മള് ആന്റി ഹീറോയിസ് ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ട്, അല്ലാണ്ട് ലീഡ് ചെയ്യുന്ന പരിപാടികളുണ്ട്. നമ്മള് 4 കുറച്ച് നമ്മളെ കുട്ടിയൊക്കെ വെച്ചിട്ട് ഒരു പ്രോജക്ട് പറഞ്ഞല്ലോ, നമ്മുടെ ആവേശത്തിലെ കുട്ടി, അറിഞ്ഞോ കുട്ടി എന്തോ പറയുമല്ലോ, അവരെ വെച്ചിട്ട് നമ്മൾ പടം ഇടുന്നുണ്ട്. പിന്നെ അറിഞ്ഞ കുട്ടി
ഓ, മറ്റേ കണ്ണാടി ക്ലാസ് തെങ്കാശിയിലെ നമ്മൾ ലീഡ് വെച്ച് നമ്മള് ലീഡ് വെച്ചിട്ട് തെങ്ക ഒരു പടം വരുന്നു എഴുതുന്നു കഴിഞ്ഞ കഴിഞ്ഞ അത് പ്രൊഡക്ഷൻ ജൂണിലും ജൂലൈയിലായിട്ട് ഷൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ അതിന്റെ. ഓക്കെ 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 ഓക്കെ. എന്തായാലും സിനിമയിലും കൂടി ഞാൻ ഈ കാട്ടാക്കട മാജിക് ഒക്കെ കുറച്ചുകൂടി വർക്ക് ആവുകയാണെങ്കിൽ ഇപ്പൊ ഒരു നാടിന്റെ സ്ലാങ് ഉപയോഗിച്ച് വർക്ക് ആവുന്ന കലാകാരന്മാർക്ക് ഒരു ലോങ് റൺ ഉണ്ട് മലയാള സിനിമയില്. അതായത് ലോങ് റൺ ഞാൻ പറഞ്ഞുതരാം തുടർച്ച. ഒരു നാട്ടിലത്തെ സ്ലാങ് വെച്ചിട്ട് തമാശകൾ ഉണ്ടാക്കുന്ന ആളുകളില്ല. ഇപ്പൊ ഇന്നസെന്റ് അത് തൃശ്ശൂർ സ്ലാങ്ങിൽ നിന്നുകൊണ്ടാണ് എല്ലാ പ്രധാനപ്പെട്ട തമാശകളും. അല്ലെങ്കിൽ കുതിരവട്ടം, പപ്പു, മാമുക്കോയ, അവർ സുരാജ് ചേട്ടൻ, അവർക്ക് ഒരു ലോങ് റൺ ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമയിൽ. അവർ കുറെ കാലം നിലനിൽക്കും. ആ വിധത്തിൽ നിങ്ങൾ നാലുപേരും ഇതിപ്പോ ട്രിവാൻഡ്രത്ത് തന്നെ സ്ലാങ് ഉപയോഗിക്കുന്നു. നിങ്ങളുടെ കഥകള്, നിങ്ങളുടെ കഥാപാത്രങ്ങൾ, നിങ്ങളുടെ ജീവിതം, അത് വെച്ചിട്ടാണല്ലോ നിങ്ങൾ സ്റ്റോറീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളിൽ കൂടി മലയാള സിനിമയ്ക്ക് ഒരു ഭാവി ഉണ്ടാവട്ടെ. നിങ്ങൾക്കും മലയാള സിനിമയിൽ സ്പേസ് ഉണ്ടാവട്ടെ. ഉത്തരം കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നു. ചോദ്യം ചോദിക്കണം, മുഖം ചോദ്യം ചോദിക്കണം, മുഖവും ആശംസയുമായിരുന്നു. ബോഡി ആശംസയും ഇത് മാത്രമേ ഉള്ളൂ ആശംസയുടെ ഒരു സാധനം. ചോദ്യം ചോദിക്കണം മുഖോടാ. എന്താ പറയാനുള്ള ഈ ഒരു സെഷനെ പറ്റി ഒരു നന്ദി പ്രസംഗം? നമ്മൾ അല്ല, ഭയങ്കര കംഫർട്ട് ആയിരുന്നു നമുക്ക് കുറച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും. അല്ലേ, ചുമയാണ്ടാണ്. ആ പാവം കുട്ടി വരെ സംസാരിച്ചു. ചുമയാണ്ടാണ്. ഏത് പാവം കുട്ടി? PG പഠിക്കുന്ന വിദ്യാർത്ഥി, ട്യൂട്ടോറിയൽ മാഷ്. വിദ്യ ഞാനൊന്നും പറയുന്നില്ലേ, ഞാനൊന്നും പറയുന്നില്ലേ, പറഞ്ഞാലും മനസ്സിലാവില്ല. ശരിക്കും പുള്ളി പാവം പോലെ ഇരുന്ന് ഇത് PG ഇതാ പറ്റാനുള്ള പരിപാടി. പ്രേക്ഷകരെ ഇത് സിമ്പതി വെളിയോട്ടൊക്കെ എന്തൊക്കെ പറയുന്നതായി കൊള്ള. പ്രായം നോക്കൂല, നമ്മളെ വിളിക്കണം, ഇത് കേൾക്കണം. നിതിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ളതിനെ പറ്റി നിതിനറിയോ? അങ്ങനെ സെപ്പറേറ്റ് ഫാൻ ബേസ് ഇല്ല. ഉണ്ട്. സമ്മതിച്ചോട്ടെ. ഇല്ലെന്ന് പറഞ്ഞാലേ പുള്ളി ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ അറിയോ? നമ്മളങ്ങനെ വെളി ഇറങ്ങാറില്ലല്ലോ. നമ്മള് വെളി കുറവായിരുന്നു. നമ്മള് പുറത്തങ്ങനെ ഇറങ്ങാറില്ല, അതുകൊണ്ടാണ്. കൂടെ ചാലയിൽ പോയി ഓ ആകെപ്പാടെ ചാലയിൽ അങ്ങോട്ടേ പോയി സാധനം എടുക്കും, വിഗ് എടുക്കും, വന്ന് അഭിനയിക്കും, വീണ്ടും ചരിഞ്ഞ് കിടക്കും. ഇത് തന്നെയുള്ളൂ. അല്ലാതെ അങ്ങനെ നമ്മള് വെളിയിലോട്ട് അങ്ങനെ അധികം പബ്ലിക് ഒരുപാട് ഇറങ്ങാറില്ല. പരിപാടി എന്തെങ്കിലും വരുമ്പോ പോകും, പക്ഷെ അവിടെ നമ്മളെല്ലാം ഒരുമിച്ചല്ലേ. അപ്പം എന്നോട് മാത്രമായിട്ട് അങ്ങനെ ആരും വന്നു. ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുമ്പോ കിട്ടുന്ന കോമഡി എന്തൊക്കെയാ? ഇല്ല, അത് ഒരു കോമഡിയും കിട്ടിയില്ല അല്ലേ. നമ്മളൊന്നാതെ ടെൻഷൻ അടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. ഈ സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടി ആളുകൾ കൂട്ടത്തോടുകൂടി വരുമ്പോ അതുണ്ടാക്കുന്ന ഒരു സന്തോഷം എങ്ങനെയുണ്ട്? നല്ല സന്തോഷമാണ്. ഒറ്റയ്ക്ക് വന്നാലും സന്തോഷമാണ്, കൂട്ടത്തോടെ ഭയങ്കര ഹാപ്പി അല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് കുറെ ആളുകൾ ഒരു കൂട്ടം വന്നിട്ട് കാട്ടാക്കട ടീം എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരുന്നു, അപ്പൊ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതിനെ പറ്റി ഞാൻ ചോദിക്കും. അത് തന്നെ പറഞ്ഞേ, ഒറ്റയ്ക്ക് കാട്ടാക്കട ടീം എന്ന് പറഞ്ഞ വന്നാലും സന്തോഷമാണ്, ഹാപ്പിയാണ്. ആ സമയത്ത് ഹാപ്പിയാണ്. ഒറിജിനലായിട്ട് റെഫറൻസ് 2-3 ഇന്റർവ്യൂ ഈ ചുമ മാറുന്ന സമയത്തൊന്ന് പറയണേ. ഞാൻ കാനഡ വിസിറ്റിംഗ് എടുത്ത് ഉടനെ പോകണില്ല തിരിച്ച്. അതെ, തീരുമാനിച്ചോ? ഉടനെ കുറച്ചുകളെ കാണും. അതാണ് പുള്ളി ഇതല്ലേ രക്ഷപ്പെടാത്ത കാര്യം. ഇതല്ലേ മനസ്സിരിപ്പ്. ചുമ മാറുമ്പോഴേ ഇന്റർവ്യൂ എടുക്കണം, കുറെ കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ ഒരു നല്ല നേരത്തിന് ഒരുപാട് താങ്ക് യു. ഞാൻ വിചാരിച്ചത് ആശംസയാണല്ലേ? അല്ല, ഞാൻ ആശംസ പറയുന്നില്ല, നിതിന് ആശംസ പറയുന്ന വ്യക്തിയാണ്. ഞങ്ങളെ ഇതുപോലെ വലിയൊരു ഇന്റർവ്യൂവിന് വിളിച്ചതിനും വിഷ്ണു നല്ല കംഫർട്ടായിട്ട് ഇന്റർവ്യൂ ചെയ്യും. ഒരുപാട് പേര് ഒന്ന് ഇന്റർവ്യൂ എടുക്കണം പുള്ളിയുടെ അടുത്ത്. നീ ചേർത്ത് ഇത് നോക്കിയിട്ട് പറയും. അല്ല, നല്ലൊരു സ്റ്റാൻഡേർഡ് ഇന്റർവ്യൂ ആയിരുന്നു. വിഷ്ണു ആദ്യം ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്റർവ്യൂസ് അങ്ങനെ കാണുന്ന ആളല്ല, പക്ഷെ വിഷ്ണുവിന്റെ ഇന്റർവ്യൂ എനിക്ക് പുള്ളി ആദ്യം പറഞ്ഞ മനസ്സിലായി, പിന്നെ കണ്ടപ്പോ മനസ്സിലായി. ഇപ്പൊ കണ്ടപ്പോഴേ മനസ്സിലായി. അല്ലല്ല, മീൻസ് പറഞ്ഞിട്ടാണ് വണ്ടി വെച്ച് പറഞ്ഞു വന്നപ്പോ
ഒപ്പം ഭയങ്കര നടക്കാൻ കംഫർട്ടായിരുന്നു, പാടാണല്ലേ ഭയങ്കര പുള്ളിയുടെ? കംഫർട്ടായിരുന്നു. അല്ലല്ല അതൊക്കെ ഒപ്പം നടക്കാൻ ഭയങ്കര പാടാണോ പുള്ളിയുടെ അടുത്ത്? ഒപ്പം നടക്കാറില്ല. എന്താ പറയാൻ പറ്റിയ നടക്കാറില്ലേ? നമ്മളങ്ങനെ നമ്മളങ്ങനെ ഷൂട്ട് കഴിഞ്ഞാൽ shoot കഴിഞ്ഞാ അപ്പം വിടും. അപ്പൊ ബന്ധം തീർന്നു. അപ്പൊ ഓടിച്ചതറും. ഓപ്പോസിറ്റ് ഒക്കെ വണ്ടി വന്നാലും മൈൻഡില്ല, എങ്ങനെയാ? ഓക്കെ ആ, ആ. അങ്ങനെയാണ് പിന്നെ അടുത്ത ഷൂട്ടിനെ അടുത്ത കാണും. ഷൂട്ടിനാണ്. ഓക്കെ, ഓക്കെ. എന്നാൽ അല്ലെങ്കിൽ വല്ല ഇത് മന്തി കഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞെന്ന് വിളിച്ചാ വരും. Convince ചെയ്താ വരും. മന്തി വേണം main. മന്തി വേണം, മന്തി. ആരാ മന്തിലവർ? പുള്ളി അത് ചോദിക്കുന്നത് 2025 അവസാനം വരെ പുള്ളിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനായത്. അതെന്താ പുള്ളി- അതിന് ക്ലൈമറ്റ് ചേഞ്ച് ആയില്ലേ? പുള്ളി മന്തി കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും, അല്ലെങ്കിൽ വരില്ല. ഞാൻ ആര് ചത്ത് കിടക്കണം പറഞ്ഞാലും പുള്ളി വരില്ല, ഫോണോ എടുക്കൂല. അല്ല, അതെന്താണ് നമുക്ക് കുറച്ചുകൂടെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടെ ഇതാവും. ഗ്യാപ്പ് ഒക്കെ വരുമ്പോഴേ, മന്തി തിന്നാ മാത്രം ഗ്യാപ്പ് ഇടുമ്പോഴേ എന്റെ ഒരു കണ്ടാ? പുള്ളി ഗ്യാപ്പ് ഇടും. ഗ്യാപ്പ് ഇടുമ്പോൾ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഗ്യാപ്പ് ഇട്ട് ഒരു കുറച്ചാൾ കഴിയുമ്പം നമ്മള് മൂന്നുപേരും മാത്രം. ഒഴിവാക്കി പോയോ? അല്ല, പുള്ളി ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഒഴിവാക്കില്ല, പുള്ളി ഗ്യാപ്പ് ഇട്ട് പോകും. ഞാൻ ഗ്യാപ്പ് ഇടും. പുള്ളി 2 പടം കൂടെ ആയി ബാക്കിയാണ്. ഈ വാഴയ്ക്ക് ശേഷം ഒരു ഭയങ്കര ഒരു ഉണ്ട് വാഴ ടൂറിന് ശേഷം പഴം ടു. അതെ, അത് പഴണ്ടു എന്ന് പറഞ്ഞാൽ അല്ല, കാര്യമായിട്ട് ഇന്നലെ ഒരു മാമ അവിടെ കടയിൽ വെച്ച് ലോകയിൽ പരിചയപ്പെട്ടു. വിളിച്ചിട്ടുണ്ട് കേട്ടാ, സീരിയസ്ലി. ലോക ടൂലുണ്ട്. ആ, കല്യാണി കല്യാണി പ്രസിഡന്റ് നെഫ്യൂ ചേരേം ചെയ്യും. ലോകൻ ലോകരാജ് ലോകരാജ് ലൈം ലൈറ്റ് ഒക്കെ കിട്ടിയതിന് ശേഷേ ലൈം ലൈറ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം ഇപ്പോ എവിടെങ്കിലൊക്കെ പോകുമ്പോൾ ആളുകൾ തിരിച്ചറിയണു, സെലിബ്രേറ്റ് ആവുന്നു, അതിനെങ്ങനെയാ ഉൾക്കൊള്ളുന്നത്? സന്തോഷമുണ്ട് എല്ലാരും. ശരിയാ? ഉവ്വ. അല്ല, എനിക്ക് ആ പറഞ്ഞെടുത്തില്ലല്ലോ ലൈവില്. പുറത്തു പോകുമ്പോ ഫോട്ടോ എടുക്കണം, സെൽഫി എടുക്കാനൊക്കെ വരുന്നുണ്ടല്ലോ. പ്രോസസ്സിനെ ലൈം ലൈറ്റ്. ലൈം ലൈറ്റിലാണ് പെട്ടത് ചേട്ടാ. പുള്ളി ഇപ്പൊ മറ്റേതിനെ പറ്റിയൊക്കെ പറഞ്ഞാണ്. സന്തോഷമുണ്ട്. നമസ്കാരം ദുബായ്. ഈ പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സന്തോഷം കഴിഞ്ഞെന്താ ഉള്ളത്? നമ്മള് നീ എളിമ വിട്ടിട്ട് കാര്യം പറയാ, കുഴപ്പമില്ല. നമ്മള് ഈ പ്രതീക്ഷിക്കാതെയൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ നിക്കുമ്പോഴത്തേക്ക് വന്ന് ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യും. അതെവിടെ നിൽക്കുന്ന ഒരു പ്രതീക്ഷയില്ലാതെ നമ്മള് ബസ് സ്റ്റോപ്പിലൊക്കെ നിക്കുമ്പോഴേ നമ്മള് പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തും അവനെ കണ്ടു. അതെങ്ങനെ കണ്ട് ഞാൻ പ്രതീക്ഷിക്കാതെ പോവാറുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത പല അത്രയും കരുതലുണ്ടാ മനുഷ്യന്. കണ്ടില്ലേ? അതെ, നമ്മളെ പേജിൽ നിന്ന് പോകണല്ലോ ഒരാളല്ലേ, എവിടെ പോകണം നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അവരൊക്കെ പോയി അവിടെ എവിടെയൊക്കെ നിന്നാ. പിന്നെ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ഒരു പ്രാവശ്യം ഞാൻ വിലക്കി, കയ്യോടെ വിലക്കി 2 പേര്. ഇതുപോലെ ബസ്സിലൊക്കെ പോകുമ്പോ ബസ് സ്റ്റോപ്പിലൊക്കെ നിക്കുമ്പോഴൊക്കെ ബസ് സ്റ്റോപ്പ് എന്തിനാ നിൽക്കുന്ന നീ? വണ്ടി എന്തിനാ ബസ് സ്റ്റോപ്പിൽ വൈകിക്കണ? ഇല്ല, എന്ന് ബസ് ഇന്ന് ഞാൻ ബസ്സിലല്ലേ വന്നത്, മഴ ആയതുകൊണ്ട് ബസ്സിൽ. പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ ആൾക്കാർ കാണുമ്പോ നീ എപ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത്? നിലവിലിപ്പോ എന്താ ചെയ്യണേ? ഞാൻ ഇപ്പം PG ചെയ്തോണ്ടിരിക്കും. ഓക്കെ, ഏതാ വിഷയം? മലയാളം. ഓക്കെ, വേറെ ചോദിച്ചാൽ സംശയം ചോദിക്കാം, മലയാളം ഇപ്പൊ ഈ പാൻഡേനിൽ അഭിനയിച്ചതിന് ശേഷമേ ആ റെഫറൻസ് വെച്ചിട്ട് സിനിമ അവസരങ്ങൾ വരുന്നുണ്ടോ? അതുണ്ട്. ബിസിനസ് സമയത്ത് ചെയ്തതിനു ശേഷം അവർ ഒന്നും ചെയ്തില്ല സിനിമ. ആ, അതിനുശേഷമാണ് പാൻ ഇന്ത്യൻ വന്നത്. 2-3 സിനിമകൾ ഇങ്ങനെ ലൈനിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ഈ ഇപ്പൊ നിങ്ങളുടെ കാട്ടാക്കട തന്നെ നിങ്ങൾക്ക് തന്നെ അതിന്റെ കുറച്ച് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതായത് കുറച്ച് നെഗറ്റീവ് എന്നോട് കടുത്ത മലയാളം, പുള്ളിയുടെ ഇംഗ്ലീഷ്. മലയാളം. അപ്പൊ ഈ കാട്ടാക്കട വന്നതിന് ശേഷം ആ കാട്ടാക്കട തന്നെ ആളുകൾ കുറെ അനവസരത്തിൽ, അതായത് ഉപയോഗിക്കാൻ പറ്റാത്ത ചില സമയങ്ങളിൽ ഉപയോഗിക്കുന്നതിനെതിരെ നിങ്ങൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതിന്റെ ഒരു ഓളം കുറഞ്ഞോ? ഇപ്പൊ ആളുകൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മലയാളികളല്ലേ, അവരൊക്കെ മനസ്സിലാവും പെട്ടെന്ന് കാര്യങ്ങൾ. കുഴിക്കണ്ട മാമച്ചൻ പടം 2 റീല് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അതിൽ ഈ കേട്ടോ മിസ്റ്റർ മോളെ എന്ന് വിളിക്കുന്ന ഒരു സി മിസ്റ്റർ മോളെ ഈ മോളെയും മിസ്റ്റർ വിളിച്ചാൽ അത് വർക്കാവും. അത് കുറെ ആളുകൾ അത് ടൈം സ്റ്റാമ്പ് ചെയ്ത് കമന്റ് ഇട്ടിട്ടുണ്ട്. നമ്മള് ആക്ച്വലി അത് കമന്റ് ഇടാൻ വേണ്ടി നമ്മള് കമന്റ് ഇടാൻ വേണ്ടി കുറച്ച് പരിപാടികൾ ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ ഓക്കെ, മിക്ക റീലിലും അത് കമന്റുകൾ നല്ല റീച്ച് ആവുള്ളൂ. മനഃപൂർവ്വം തെറ്റിക്കുക, മീൻസ് എന്തെങ്കിലും ഇപ്പൊ ജെൻസി, നമ്മളെ ഷാർജ വാവ ഷാർജയില് ജെൻസി 2000 തൊട്ട് ആണെന്ന് പറയുന്നുണ്ട്, 97 തൊട്ടാണെന്ന് അറിയാം. അതെ അതെ അതെ, മനഃപൂർവ്വം തെറ്റിക്കുന്നതാണ്.
അപ്പൊ കമന്റ് വരും. ഓക്കെ ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ കൂടെ പഠിച്ച ഒരാള് പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കുമായിരുന്നു, അയാൾ പക്ഷെ ലൈഫിൽ സക്സസ്ഫുൾ ആയില്ല. ആ സമയത്ത് പഠിക്കാത്ത ഒരാൾ ബാക്ക് ബെഞ്ചർ വളരെ സക്സസ്ഫുൾ ആയി. അപ്പൊ ഈ ബാക്ക് ബെഞ്ചർക്ക് എപ്പോഴും ഈ അന്ന് നന്നായി പഠിക്കുന്ന ആളുടെ അടുത്തൊരു ഇഷ്ടക്കുറവ് ഉണ്ടാവുമല്ലോ, ഒരു ദേഷ്യം ഉണ്ടാവുമല്ലോ. അതാണോ ആ മറ്റേ സാറിനെ കാണാൻ വേണ്ടി പോകുന്ന മറ്റേ അച്ചായന്റെ കോസ്റ്റ്യൂമിൽ എന്താന്ന് ചോദിക്കുന്ന കാരണം? അല്ല, അങ്ങനെ ഒറിജിനൽ കാരണമൊന്നുമില്ല, അത് സാങ്കല്പികമാണ്. ഇനി പഠിപ്പുകളെല്ലാം കൂടെ വരും, വിളിക്കുന്നു. ഈ അങ്ങനത്തെ ആളുകളുടെ കോസ്റ്റ്യൂം ഒക്കെ എടുക്കുമ്പോഴേ, ഈ കോസ്റ്റ്യൂമിന്റെ റെഫറൻസ് ഒക്കെ എടുക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിക്കോ, ഇത് ഒറിജിനൽ ആയിട്ടുള്ള ബാധിക്കോ, അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഇതുവരെ ഇല്ല. ഓക്കെ. നിങ്ങളുടെ നാട്ടിലെ ആളുകളെ തന്നെ വാച്ച് ചെയ്തിട്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കണാണോ, അത് ആ സമയത്ത് ഇംപ്രവൈസ് ചെയ്യുമ്പോഴാണോ ഈ ഓരോരോ ആളുകൾ കയറി വരുന്നത്? ഇപ്പൊ ഓരോ മൃതദേഹം എങ്ങനെ ഇതാക്കണം മൃതദേഹത്തിന്റെ വാച്ച് ചെയ്തിട്ടുണ്ടോ നരകം പിടിക്കും. അല്ല, അയാളെ വേറൊരു പ്രത്യേകിച്ച് അയാൾ എന്ത് പറഞ്ഞാലും ഒരാളെ വേദനിപ്പിക്കും, കഴുത്തിന് ഇറുക്കുക, വെറുതെ പിടിച്ചിടിക്കുക. അങ്ങനത്തെ ആളുകളെ, അല്ലെങ്കിൽ കൂടെ വെള്ളം അടിക്കുന്നതിനൊക്കെ തൊട്ട് ഭയങ്കര ബഹുമാനമായിരിക്കും അവർക്ക്. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അവർ നേരെ ഉൾട്ടയായിട്ട് തിരിഞ്ഞ് അവരെ ചീത്തയൊക്കെ വിളിക്കും. ഇത് ഒറിജിനലായിട്ട് ആളുകൾ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അല്ല, അത് നമുക്കറിയാം. നമ്മളെങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മളങ്ങനെ വെള്ളം അടിക്കുന്നവരെ നോർമൽ ആയിരിക്കും. നമ്മള് വേറെ മൈൻഡ് അറിയാം, അടിക്കാറില്ല, അത് വേറെ അടിക്കാറില്ല, വെറുതെ തെറ്റിരിച്ച് അറിയാലോ നമുക്കിങ്ങനെ. ഇത് നമ്മള് ചിലതൊക്കെ നമ്മളെ നാട്ടുമുഴുവൻ നടക്കുന്ന ആൾക്കാരെ പറഞ്ഞില്ലേ മിക്സ് ചെയ്യും. അങ്ങനെയൊക്കെ നമ്മള് റിയാലിറ്റിയും ഇതും കൂടെയൊക്കെ മിക്സ് ചെയ്യും. അത് കുറച്ച് കുറച്ച് ആ സമയത്ത് അങ്ങനെ പോകും. മരിക്കുന്നതിലൊക്കെ എത്രമാത്രം മിക്സിംഗ് ഉണ്ട്? അപ്പൊ ഇല്ല, അത് ഫുൾ മിക്സിംഗ് അല്ല, അത് അല്ലേ? അതൊക്കെ സങ്കല്പിച്ചെടുക്കുന്നതാണ്. ഇങ്ങനെ അത് ഒറിജിനലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഫ്ലിപ്പാവുന്ന ആളുകളെ അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ അടിക്കാറില്ല. അതുകൊണ്ട് അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. മീൻസ് ഇങ്ങനെ വഴക്കുണ്ട് ഒരു സംസാരിച്ചുകൊണ്ട് സമയത്ത് നീ പടായെന്ന് പറയണ ആ സാധനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒത്തിരി കൂടെ എക്സൈഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ല, അത് ഉണ്ടാക്കി എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും ഒറിജിനൽ വലിയ ഇങ്ങനെ നടക്കൂല്ലേ, അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല. ആക്ച്വലി ഒരു കണ്ടന്റ് പറയുക, അങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് ഒറിജിനലായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ അങ്ങനെ നോക്കാറില്ല. കരയോഗത്തിന്റെ റീല് വന്ന സമയത്ത് ആ മഞ്ഞ കളർ പ്ലേസ് ചെയ്തതൊക്കെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് പറയുന്നില്ല, വളരെ ഇന്റലിജന്റ് ആയിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ റീല് മാത്രം സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചധികം സമയം ചെലവാക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് കൂടുതൽ ഇംപ്രവൈസ് തന്നെയാണ്. അത് അവിടെ ആ ഡ്രസ് ഇട്ടിരുന്ന മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കിയെല്ലാം വേറെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ ഒരു കല്യാണം കൂടിയിട്ടുള്ള ആളാണ്, ഫോട്ടോഗ്രാഫർ അല്ല. നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യണത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഉള്ളിൽ കാണുമായിരുന്നിരിക്കും അല്ലേ ആ സമയത്ത്. മഞ്ഞയൊക്കെ സ്പോട്ട് അടിച്ചതാ, മഞ്ഞ വെള്ളം എടുത്ത് ഞാൻ കളയാൻ പറയുന്നത്. അതൊക്കെ ആ മില്ലി സെക്കൻഡിൽ അടിച്ചതാ. അടിക്കുമ്പോ ചിലതവര് ചിരിക്കും, അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്നുകൂടെ എടുത്ത് ക്ലിയർ ആയിട്ട് എടുക്കും അല്ലേ. അങ്ങനെയാണ്. ചിരിച്ചില്ലെങ്കിൽ അറിയാത്തില്ല. അങ്ങനെ ഒരു സാധനം ഇദ്ദേഹത്തിന്റെ ചീറ്റി പോകുന്ന സാധനങ്ങളുണ്ടോ? അങ്ങനെ ഒരു ഇദ്ദേഹത്തിന്റെ ചീറ്റി പോകുന്ന സാധനങ്ങളുണ്ടോ? ഇദ്ദേഹത്തിന്റെ ചീറ്റി പോകുന്ന സാധനങ്ങളുണ്ടോ? ഇതിന്റെ പൊതുവെ അങ്ങനെ ഇല്ല, ഉണ്ടാവാറില്ല. ഇല്ല, നീ പറഞ്ഞോളൂ. ഇല്ല, പൊതുവെ ഉണ്ടാവാറുണ്ട്. മനുഷ്യരില്ല, കാലം ചീറ്റുമല്ലേ. ഞാൻ പറഞ്ഞാലും പുള്ളി പറഞ്ഞാലും പുള്ളി ചിരിക്കും. പൊതുവെ ചെറിയ ചെറിയ അല്ല, ആ പറഞ്ഞത് മഞ്ഞ വെള്ളത്തിന്റെ അത് അങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മള് റീല് ചെയ്തോണ്ടിരുന്നപ്പോഴ് രണ്ടമ്മ കുടിക്കാനായിട്ട് കൊണ്ട് തന്ന ഒറിജിനൽ വെള്ളം, അപ്പോഴാണ് അങ്ങനെ ഒരു ഐഡിയ വന്നിട്ട് അതെടുത്ത് ചെയ്തത്. ഷൂട്ട് റെക്കോർഡ് ചെയ്തോണ്ടപ്പോൾ തന്നെ ചെയ്തത് അല്ലേ? അങ്ങനെ തന്നെയാണ് കൂടുതലും. ഉഷയൊന്നും പ്രീ പ്ലാൻഡ് അല്ല ആക്ച്വലി. ഞാൻ നിന്നിട്ട് അങ്ങ് വിളിച്ചുകൊണ്ട് പോവാണ്. പേര് തന്നെ വിളിച്ചത് ഉഷയെന്ന് വിളിച്ചു, അത് തന്നെയാണ് കട്ട് ചെയ്ത് എല്ലാത്തിനും ഇട്ടേക്കണേ. ഒരുപാട് ഈ അങ്കിൾസിനെയും അമ്മാവന്മാരെയും ഒബ്സർവ് ചെയ്യായിരുന്നല്ലേ? ഉണ്ട്. ഇവരെ ഈ റീലിന് വേണ്ടിട്ട് ഒബ്സർവ് ചെയ്ത് തുടങ്ങിയതാണോ? അല്ല, പണ്ടോട്ടേ ഒബ്സർവ് ചെയ്യും ഞാൻ. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ആൾക്കാരെ ഒബ്സർവേഷൻ സ്കിൽസ്. അതിന് എലോബറേറ്റ് അതെ, അത് ഞാൻ പറഞ്ഞ ഈ വയസ്സുള്ള ആൾക്കാരെയും ഒക്കെ ചെയ്യുമ്പോ പുള്ളി മേലെ നിൽക്കും. നമ്മള് പണ്ട് കാറിലൊക്കെ പോകുമ്പോഴേ ഒരാള് ചിലപ്പോ അവിടെ നടന്നു വരെയായിരിക്കും. ആ പുള്ളിയുടെ ജോലി പറയും. ബോഡി ലാംഗ്വേജ് അങ്ങനെ പുള്ളി കണ്ടക്ടർ. അത് ചുമ്മാ രസത്തിന് പറയണം. നമ്മള് ഒരു നേരത്തെ വിറ്റിന് വേണ്ടി പറയണം, അതിനു വേണ്ടി പറയണം. അതിപ്പോഴും പറയും. നമ്മളൊരാൾ ലുക്ക് കൊണ്ട് പറയും ട്യൂഷൻ പഠിപ്പിക്കാൻ പോകണം, കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പറയും മറ്റേ പുള്ളിക്ക് അവിടെ വില്ലേജിലാണ് ജോലി. ചിലപ്പോ കറക്റ്റ് ആവുന്നില്ല, ചിലപ്പോ കറക്റ്റ് ആവുന്നുണ്ട്. മുഖം കണ്ട് പേരൊക്കെ പറയും.
അത് ചുമ്മാ കറക്റ്റ് ഒന്നുമല്ല, ചുമ്മാ പറയണമെന്നേ. ആ ആ ബ്രോക്ക് വിഷ്ണു, എന്റെ പേര് വിഷ്ണു എന്നല്ലേ? ആ നമ്മള് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ബ്രിജീഷ് എന്നൊക്കെ പറയും. വിഷു പറഞ്ഞ മുഖം, ബിജീഷ് പറഞ്ഞ മുഖം, അങ്ങനെ നമ്മള് പറയണേ. ഓക്കെ ഓക്കെ. ബ്രിജീഷിൽ അറച്ചടാ. വല്ലാത്തൊരു ജീവിതം തന്നെ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതായത് ട്രിവാൻഡ്രം സ്ലാങ്, ആളുകളെ വിളിക്കുന്ന പേരുകള്, ഈ സ്റ്റോക്ക് തീരുവോ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥിരം കോമഡികൾ വർക്ക് ആവാണ്ടിരിക്കോ, അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ബോധരക്ഷം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അതിനെങ്ങനെ മറികടക്കുക? അതങ്ങനെ ആൾക്കാർ മറികടന്നുള്ളത്, വേറെ ആൾക്കാരെ തേടി പോകും. അല്ല, അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കും ബ്രോ. ഇതല്ലേ കണ്ട് മടുക്കും കുറച്ചൊക്കെ കഴിയുമ്പോൾ എല്ലാവർക്കും. അതൊക്കെ എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ പാറ്റേൺ മാറ്റി, അപ്പൊ പാറ്റേൺ മാറ്റുന്ന ഒരു പരിപാടിയെ പറ്റി പറയുന്നുണ്ട്. കുറച്ച് മാറി ചെയ്യുക, അതാണ് കുറച്ച് ഗ്യാപ്പ് എടുക്കുന്നതും അതുകൊണ്ടാണ്. കണ്ട് മടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതിപ്പോ എന്തെന്ന് തന്നെ ആയാലും ശരി തന്നെയാണ്. നമ്മൾ കണ്ട് അതിന് വാല്യൂ ഇല്ലാതെ ആവും. അങ്ങനെ വരും, അങ്ങനെ തോന്നൽ വരും. ഇതിന് ശേഷം ഇപ്പൊ റീലുകളൊക്കെ വർക്ക് ആയതിനു ശേഷം കിട്ടുന്ന ഇപ്പൊ കൊളാബറേഷൻസ്, ഉദ്ഘാടനങ്ങള്, അതൊക്കെ വെച്ചിട്ട് ഇനി അങ്ങോട്ടേക്ക് കോണ്ടന്റ് ക്രിയേഷൻ തന്നെ നിങ്ങളുടെ 4 പേരുടെ പ്രൊഫഷനായിട്ട് ഭാവി കൊണ്ടുപോകാം, ആ ഒരു സെറ്റിലേക്ക് എത്തിയോ, ഒരു പാറ്റേണിലേക്ക് എത്തിയോ ജീവിതം? ഇപ്പൊ സിനിമ നമ്മൾ എന്തായാലും സിനിമ ചെയ്യുന്നുണ്ട്. അതിലോട്ടാണ് കോണ്ടന്റ് ക്രിയേഷൻ എത്ര നാള് പോകുന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കാര്യം ആൾക്കാർ എപ്പോഴാണ് ഒരു താല്പര്യം കുറയണേന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എപ്പോഴും ഈ ഹൈബിൽ നിൽക്കും എല്ലാരും. എന്നാലും താഴെ ഇറങ്ങും. അപ്പൊ വേറെ പരിപാടി അപ്പൊ കാനഡ ജീവിതം ഉപേക്ഷിച്ച് വരുമോ കംപ്ലീറ്റ്ലി സിനിമയിലേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട്? താല്പര്യമുണ്ട്. സിനിമ എഴുതാൻ വേണ്ടിയാ വന്നേ. അവിടെയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അധികം ഒക്കെ പറ്റുമായിരിക്കും, പക്ഷെ അല്ലാതെ ഒരു സിനിമയായിട്ട് എഴുതുമ്പം പറ്റൂല. ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും അധികം പക്ക പ്രൊഫഷണൽ ആയിട്ട്, അതായത് ഇന്ന സമയത്ത് വരാൻ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് എത്തുന്നു, ഇന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് പെരുമാറാത്ത ആളാരാ? ഇല്ല, അങ്ങനെയല്ല. എല്ലാരും കറക്റ്റ് സമയത്ത് തന്നെ പറഞ്ഞേക്കെ. ഇല്ല, അങ്ങനെയൊക്കെ ശരത്ത്. ഈ അടുത്തൊരു പഠനം ഉണ്ടായിരുന്നു, ലേറ്റ് ആയി വരുന്നവർ ഒരുപാട് ചിന്തിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട്. ആ പഠനം തെറ്റാണെന്ന് പറഞ്ഞു. തെറ്റിയപ്പോ ആബ്സല്യൂട്ട്ലി റോങ്. വർക്ക് ബേക്കറി ഷോപ്പാണ്. രാവിലെ 6 to 2 മണി. ഇംഗ്ലീഷിൽ 6 to 2 ഷിഫ്റ്റ്. രാവിലെ പോയിട്ട് 6 മണിക്കാണ്, രാവിലെ 6 മണിക്കാരുടെ ഉച്ചയ്ക്ക് 2 മണി 2:30 3 മണിയും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിലീസിൽ പോകും. അപ്പൊ അതിന്റെ കുറച്ച് ഇത് കറക്റ്റ് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, ഇന്ന ദിവസം ഷൂട്ട് ഉണ്ടായിരിക്കും, ഇന്ന് ഇത് കഴിഞ്ഞുണ്ട് ഷൂട്ട്. അതൊക്കെ നേരത്തെ വിളിച്ചു പറയും. അപ്പൊ നമ്മള് ചെയ്തോളാം. നിങ്ങൾക്ക് PG പഠനം അല്ലാതെ വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? PG ഏത് PG? പുള്ളി ജോലി MA മലയാളം അപ്പൊ ഓർമ്മിച്ചത് പുള്ളി ഓർമ്മിച്ചോണ്ട് കൊള്ളാം. അല്ലല്ല, വേറെ ഒന്നും ഇല്ല. പിന്നെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ട്യൂഷൻ. ട്യൂഷൻ സാറാണ്. അരിമീശ കണ്ട് അറിഞ്ഞൂടി. അല്ല, ഇത് ഇപ്പൊ ട്യൂഷൻ ഒക്കെ പഠിക്കാൻ വരുമ്പോ കുറെ കുട്ടികളൊക്കെ ഒബ്സർവ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ സാർമാരെ ഒബ്സർവ് ചെയ്യുമല്ലോ. അതൊക്കെ വെച്ചിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി ഇന്നൊരു ക്യാരക്ടർ ഉണ്ട്, അപ്പൊ നമുക്ക് ഇത് ചെയ്താലോ, അങ്ങനെ സജഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. ട്യൂട്ടോറി സാർമാർക്കെല്ലാം ഒരേ അല്ല, ഇദ്ദേഹത്തിനുള്ള എല്ലാം ചെയ്യുന്ന, ക്രിയേറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നു, പേരുകളിടുന്നു. ഞാൻ പറയുമ്പോ ഇദ്ദേഹം ഒരുപാട് പണിയെടുക്കുന്ന പോലെ തോന്നുന്നു. അല്ലെ എല്ലാം മനസ്സിലാക്കണം. ട്യൂട്ടോറി സാർമാർക്കെല്ലാം ഒരേ മാനറിസവും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം. കാരണം ഒരുപാട് പിള്ളേർ ഇരിക്കുകയല്ലേ, അപ്പൊ അവരെ ഇത്രയും പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് അവര് ശബ്ദം എടുക്കുന്നത് ഒരേ ലെവലിലായിരിക്കും. അപ്പൊ അവരുടെ ഡയലോഗ് എന്ന് പറയുന്നത്, ഡയലോഗ് ഡെലിവറി എന്നൊക്കെ പറയുന്നത് ഒരേ. പിന്നെ അതുകൊണ്ട് പല പല, പിന്നെ ഈ നടത്തം അതിലൊക്കെ വേറെ മാനറിസം നമ്മളെ പഠിപ്പിച്ച പല രീതിയിൽ നടത്തമൊക്കെ കാണിച്ചു തരും. ഇദ്ദേഹം പല രീതിയിൽ നടത്തമൊക്കെ കാണിച്ചു തരും. പിന്നെ പല വെറൈറ്റിയിൽ കാണിക്കും പുള്ളി അഭിനയം. മറ്റേതെങ്ങനെയായിരുന്നു അഭിനയിച്ചത്? മറ്റേ ജിബിൻ ചേട്ടൻ വന്നപ്പം അയ്യോ ഇന്ന് കാണിച്ചു പറയണോ? പറയണോ? അല്ല, ഏറ്റവും വേരിയേഷൻസ് ഒക്കെ തരുന്ന ആളാരാ? ഞാനിത് ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ, ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ, വേരിയേഷൻസ് തരുന്ന ആളാരാ? ചെയ്ത് നോക്കട്ടെ എന്നൊന്നും ആരും ചോദിക്കൂല. ചെയ്യും കൊള്ളൂലെങ്കിൽ അപ്പൊ തന്നെ. ഏറ്റവും അധികം കൊള്ളാത്ത സജഷൻസ് തരുന്ന ആരാ? എന്നിട്ട് ഞാൻ പറയണ അങ്ങ് ചെയ്താൽ മതി, അങ്ങനെ റിപ്ലൈ കൊടുക്കേണ്ട ആർക്ക് വേണ്ടി? ഇനി പറഞ്ഞ ഗോകുലക്കാരെ എന്തൊരു ഞാൻ ചോദ്യം കേട്ടില്ല. ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ചെയ്താൽ മതി എന്ന് പറയുന്ന അവസ്ഥ വരുന്നതായിരിക്കാം.
അല്ല അങ്ങനെ ഞാൻ ഒരുപാട് ചോദിക്കത്തൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ആദ്യം വന്നപ്പോ ഇത് ചോദ്യം കൂടുതലായിരുന്നു. പുള്ളിന്റെ ചോദ്യം കുറഞ്ഞു. പിന്നെ മനസ്സിലായി പറഞ്ഞിട്ട് കാര്യം. ഓക്കെ ഓക്കെ ഓക്കെ. ഏറ്റവും അധികം ഡെഡിക്കേഷൻ ഉള്ള ആക്ടർ ആരാ? അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടി മുൻകൂട്ടി പ്രിപ്പയർ ആവുക. ഇപ്പൊ നാളെ ഒരു അമ്മാവന്റെ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞാൽ കുറച്ചധികം പ്രിപ്പയർ ആവുക, ശബ്ദമൊക്കെ മാറ്റി പല പല ആംഗിളിൽ അങ്ങനെ കഠിനാധ്വാനിയായിട്ടുള്ള ആക്ടർ ആരാ ഇതില്? അത് നാളത്തെ ക്യാരക്ടർ ഞാൻ നേരത്തെ കൊടുക്കൂല, ആർക്കും കൊടുക്കൂല. അവിടെ വന്നിട്ട് നീ ഇത് ചെയ്യ അത് ചെയ്യുന്ന പറയേ ഉള്ളൂ. കാര്യം ഇവര് കുറെ പഠിച്ചു വെച്ചോണ്ട് വരും. അങ്ങനെയൊക്കെ എനിക്ക് വയ്യ. അതുകൊണ്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഇത് പറഞ്ഞു കൊടുക്കും. ഫുൾ കണ്ടന്റും പറയൂല. ശരത്തിന്റെ ഒരു ധാരണ കൊടുക്കും. കാര്യം ഇതൊക്കെ പറഞ്ഞു കൊടുത്തതല്ലേ ഇവര്. ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ബ്രെയിനിലേക്ക് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പാടാം. നമുക്ക് ഫ്രഷ് ആയിട്ട് ഇനി കിട്ടി കഴിഞ്ഞാൽ അതുകൊണ്ട് അവര് ചോദിക്കാറുമില്ല നാളെ എന്ത്. അങ്ങനെ ഒരു ഇതേ വരാറില്ല അല്ലേ. വരിക നമ്മളെ തന്നെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്, സ്വാപ്പ് ചെയ്തിട്ടുണ്ട് ക്യാരക്ടേഴ്സ്. ചിലത് രാവിലെ നമ്മൾ തീരുമാനിക്കും ഞാൻ കുഴിക്കണ്ട മാമച്ചൻ, യഥാർത്ഥത്തിൽ പുള്ളിയാണ് കുഴിക്കണ്ട മാമച്ചൻ, ഞാനായിരുന്നു മരുമോൻ. അങ്ങനെ മേക്കപ്പ് വിട്ടു പുള്ളി മീശ വരച്ച് എനിക്ക് മീശ വരച്ച്. അതാണ് പുള്ളിക്ക് ഫ്രഞ്ച് വന്നേ. മാമച്ചന് വേണ്ടി പുള്ളിക്ക് മീശ വരച്ച്. അതിന് എനിക്കൊരു കോൺഫിഡൻസ് കുറവും. ഞാൻ പറഞ്ഞേ ഞാൻ മരുമോൻ ചെല്ല, ഞാൻ ഇത് മാമച്ചൻ ഞാൻ ചെയ്തോളാം, നീ മരുമോൻ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിന് 1 മിനിറ്റ് മുന്നേ സ്വാപ്പ് ചെയ്തിട്ടാണ് പുള്ളി മരുമോനായത്, ഞാൻ മാവനായത്. അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ് മിക്കതും. ഇപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനത്തെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഈ കപ്പിൾ കണ്ടന്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതായത് കപ്പിളിന്റെ ഇടയിൽ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, ബെസ്റ്റികൾ, അങ്ങനത്തെ കണ്ടന്റ് ഒക്കെ. പക്ഷെ നിങ്ങളുടെ ഇടയിൽ അത് വളരെ കുറച്ചാ, 1-2 കപ്പിൾ കഥകളൊക്കെ ഉള്ളു. ഇപ്പൊ ഈ അലങ്കൃത പോലത്തെ കഥ, അല്ലെങ്കിൽ കുഴിക്കണ്ട മാമച്ച പോലത്തെ കഥ, അങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് അത് ഒരു ക്ലീഷ ഒഴിവാക്കാന്ന് വെച്ചിട്ടാണോ അതോ പ്രണയ ജീവിതത്തിനോട് ഒരു വിരക്തിയുള്ള കാരണമാണോ? ആർക്ക് വിരക്തി അല്ല, അങ്ങനെ പ്രണയ ജീവിതം പബ്ലിക് ആക്കണ്ട അങ്ങനെ വെച്ചിട്ടാണ്. പ്രണയ ജീവിതം ഒന്നുമില്ല എന്റെ ഇടയിൽ കൂടെ. അങ്ങനത്തെ കപ്പിൾ കണ്ടന്റ് ഒന്നും വരാത്ത അധികം നമുക്ക് പെണ്ണില്ല. കല്യാണം കഴിച്ചാണല്ലോ. ജാനുവരി കല്യാണം കഴിച്ചു. പുള്ളിക്ക് 4 വയസ്സായ കൊച്ചുണ്ട്. 3 വയസ്സായോ? 4 എന്തിനാ സ്വന്തം മോളെ പറ്റി കള്ളം. ഏത് വയസ്സിലെ കല്യാണം കഴിഞ്ഞപ്പോ? അല്ല വളരെ എങ്ങായി തോന്നുന്നു. ഗോകുലിന്റെ വരുന്ന ചിങ്ങത്തിൽ. ഇല്ല ലൈൻ കട്ട് ഉണ്ടോ? ഇല്ല കമ്പനിയുടെ ഒന്നുമല്ല. പെണ്ണ കേട്ടാ വിഷമിക്കൂടാ. അല്ല ഇപ്പൊ ഈ കോളേജിലൊക്കെ അങ്ങനെ നമ്മുടെ ഗൂഗിൾ വന്ന് കണ്ടന്റ് ക്രിയേറ്റർ ഗൂഗിൾ വന്ന് അങ്ങനത്തെ ഒരു ആരും അറിയില്ല ഇപ്പൊ കോളേജിലൊന്നും. അല്ല അങ്ങനെ അല്ല ഇത് ഇതുപോലെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ പിള്ളേര് പറയാറുണ്ട് പാൻ ഇന്ത്യനില് റീലൊക്കെ ചെയ്തല് എന്നിങ്ങനെ പറയാറുണ്ട്. റിക്വസ്റ്റുകളിലൊന്നും അങ്ങനെ രണ്ട് ആക്ടിങ് ഭയങ്കര സൂപ്പർ ഉണ്ട്. ഗൂഗിൾ സദാശിവൻ ഫേസ്ബുക്കിൽ ഗൂഗിൾ സദാശിവൻ ഡിജിറ്റൽ ഡീറ്റോക്സ് എടുത്തേക്ക. ചുമ്മാ പറയുന്നത് അല്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. എന്താ ഇൻസ്റ്റായുടെ പേര്? ഗൂഗിൾ സദാശിവൻ. ഇത് നമ്മുടെ വീടിന്റെ അടിയിൽ എഴുതി കാണിക്കണേ. ഫോളോവേഴ്സ് വരും കേട്ടോ. ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാവും. അതെ അല്ലേ. ഇൻസ്റ്റയാണ് അടുത്ത മെയിൻ പ്രധാനപ്പെട്ട കാര്യം. ഇൻസ്റ്റയിൽ വർക്ക് ആവുന്ന ഓരോ സമയത്ത് ട്രെൻഡിങ് ആവുന്ന ഒരു ടോപ്പിക്കാണ്. ഒരു സമയത്ത് ഇത് ബെസ്റ്റ് ആയിരുന്നു, ഒരു സമയത്ത് ഈ ജെൻസി കുട്ടികളുടെ വയലൻസ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റയുടെ ഒരു അൽഗോരിതത്തിന് ബേസ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടോ നിങ്ങൾക്ക്? പ്ലാറ്റ്ഫോമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. അതിന് വേണ്ടിട്ട് മാത്രം അങ്ങനെ നമ്മൾ ഇൻസ്റ്റയുടെ വഴിക്ക് നമ്മൾ പോകില്ല, നമ്മളെ വഴിക്ക് ഇൻസ്റ്റയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ട്രെൻഡ് ഉണ്ടല്ലോ ഇപ്പൊ ഈ അയ്യോ അവരുടെ പേര് ഞാൻ ആനന്ദൻ ഫെലിക്സ് ഒക്കെ ഉള്ള ആളുകളില്ലേ, മറ്റേ ഈ അതായത് കൊല്ലത്തെ മറ്റേ ഒരു പാട്ടൊക്കെ പാടുന്ന പാരഡി പാട്ടുകളൊക്കെ പാടി റീല് ചെയ്തിരുന്ന ഒരു ആനന്ദൻ ഫെലിക്സ്. നിങ്ങളുടെ റീലിലൊക്കെ വന്ന് കമന്റ് ചെയ്യുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാ. അയ്യോ ഈ ഷൊണ്ണ റീലുകളൊക്കെ തുടങ്ങിയ ആളുകള് നമ്മളെ വർക്കലുള്ള പിന്നെ കൊല്ലം പറഞ്ഞു. സോറി വർക്കല. അതുകൊണ്ടാണ് ഫെലിക്സ് ആനന്ദ് സെലക്സ് വാഗ ബോർഡർ എബിനസ് ലോറ. അപ്പൊ ഇവരൊക്കെ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് റീലുകൾ ചെയ്യാ. നിങ്ങൾ പക്ഷെ അത് ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല, അത് ബോധപൂർവ്വം ചെയ്യുന്ന മനഃപൂർവ്വം ചെയ്യണേ. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇപ്പോഴേ ഞാൻ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോ തൊട്ടേ പറയുന്നുണ്ട്, നമ്മൾ ഇന്നിടുന്ന റീല് 1 വർഷം കഴിഞ്ഞാലും അടുത്തൊരാൾക്ക് കാണാൻ പറ്റണം എന്നുള്ള. അയ്യോ ട്രെൻഡിനനുസരിച്ച് പോണവർ നമ്മൾ കളിയാക്കണല്ലോ കേട്ടോ. നമ്മുടെ ഒരു രീതി ഞാൻ ആദ്യമേ അവരോട് പറഞ്ഞിട്ടുണ്ട്, ട്രെൻഡിന്റെ പേക്കെ നമ്മൾ പോകരുത്, പോണ്ടാന്ന് തന്നെയാണ് പറഞ്ഞത്. അന്നേ നമ്മൾ ട്രെൻഡിന്റെ പിറകെ പോകുമായിരുന്നെങ്കിൽ നമുക്ക് അന്നേ റീച്ച് കിട്ടിയേനെ. പക്ഷെ നമ്മളന്ന്
അന്ന് മസ്റ്റായിട്ട് വേണ്ട, അങ്ങനത്തെ റീച്ച് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെ ഇരുന്നു. കാര്യം ഇന്ന് കാണുന്ന വീഡിയോ അടുത്ത വർഷം കണ്ടാലും ചിരി വരണം പുതിയതായിട്ട് കാണുന്ന ഒരാൾക്ക്. അങ്ങനെയാണ് ഒരു റിപ്പീറ്റ് വാല്യൂ നമ്മൾ നോക്കുന്നുണ്ട് എപ്പോഴും. അന്നോട്ടേ നോക്കൂ അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളുടെ ടീമിൽ ഇപ്പൊ ഈ വീഡിയോസ് ഒന്നും വർക്ക് ആവാത്ത സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വലിയ റീച്ച് ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു മൊത്തത്തിൽ നമ്മുടെ ഒരു വികാരം ഡൗൺ ആയി പോകുമല്ലോ, അതായത് ഈ സ്പിരിറ്റ്, ടീം സ്പിരിറ്റ്. അപ്പൊ ഒരു എനർജി ബൂസ്റ്റർ ആയിട്ട് നമുക്കൊരു സമയം വരും, നമ്മുടെ കേരളം മൊത്തം തിരിച്ചു നോക്കുന്ന ടൈം വരും, അങ്ങനെ ഒരു എനർജി ബൂസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആരാ? ഇല്ല, അതിപ്പോ എല്ലാവർക്കും അറിയാം നമ്മൾ വരുമെന്ന് നമ്മൾ ഉറപ്പായിരുന്നു. പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, സ്വയം ഭയങ്കര സെൽഫ് കോൺഫിഡൻസ്. എനിക്കുണ്ടായിരുന്നു. റീച്ച് ആവും അറിയാം, എന്നാൽ ഇത്രത്തോളം റീച്ച് ആവും അങ്ങനെയൊന്നും അല്ലേ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അർജുന അശോകൻ വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരട്ടെ, അങ്ങോട്ട് വന്ന് വരുന്നു, കാണുന്നു, നിങ്ങളിവിടെ ചില്ല് ചെയ്യുന്നു, ആ ഒരു ലീഗ് ഒന്നും ഒരിക്കലും സ്വപ്നങ്ങളിൽ പോലും ഇല്ല. അജു വർഗീസ് ഏട്ടൻ വിളിച്ചിരുന്നു, അവന് വിനയ് ഫോർട്ടാട്ടൻ വിളിച്ചിരുന്നു, എല്ലാരും വിളിക്കുന്നുണ്ട് പേഴ്സണലി. ഞാൻ പറഞ്ഞു വീട്ടിലോട്ട് വരാൻ പറഞ്ഞു, എന്നാലും നമുക്ക് വീഡിയോ എടുത്തിടാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞത് എനിക്ക് എന്റെ കണ്ടന്റ് നോർമലായിട്ട് കണ്ടന്റ് ബേസിൽ നിന്ന സമയത്ത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ സമയത്ത് എത്തും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് ആ പ്രതീക്ഷ അപ്പൊ അവിടെ കട്ട് ആവുന്നല്ലേ, പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചെയ്തോണ്ടിരുന്നു. നമുക്ക് ആ സമയത്തുണ്ടായിരുന്ന ഫോളോവേഴ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. 20K 25K കടന്നപ്പോഴും അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഗൾഫിൽ നിന്ന് വിളിച്ചു, UAE-ലൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഏറ്റവും മാട്ട സാധനം, അതായത് ഭയങ്കര ഒട്ടും കൊള്ളില്ലാത്ത സജഷൻസ് കൊണ്ടുവരുന്ന ആരാ? ഫസ്റ്റ് തന്നെ എഴുതി നോക്കിയോ, ധൈര്യമായിട്ട് നോക്കിയോ. ഇവിടെ വേറൊരാള് എളിമയായിട്ട് ചിരിപ്പുണ്ട്. ഇല്ല അങ്ങനെയൊന്നും നമ്മള് മുളയില് നുള്ളും. അല്ല അത് പറഞ്ഞാൽ മതി, ആരാണ് അങ്ങനെ കൊണ്ടുപോയി മുളയിലെ നുള്ളണം? അത് പറ, ആരാ പേര് പറയണേ അങ്ങനെ. എന്തൊക്കെയാ എന്ത് ടൈപ്പ് സാധനങ്ങളെ കൊണ്ടുവരും ഇനീഷ്യലി പുള്ളി? അത് തന്നെ വെളി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് ഇടാൻ പറ്റാത്ത കാര്യങ്ങൾ. ലെവലിൽ പോണം, മൂട് പോവും. ഇതൊരു പോയിന്റ് ആയിട്ട് അസഭ്യമാവാൻ പാടില്ലല്ലോ. അതെ, എന്നാൽ നിങ്ങൾ അത്യാവശ്യം സ്വയർ വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതൊരു പോയിന്റ് വിട്ടിട്ട് അധികം കയറാനും പാടില്ലല്ലോ. ഇപ്പൊ ശിവഗാമിയിലൊക്കെ അതുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നിലയും വിലയും റെസ്പോൺസിബിൾ ഒക്കെ നേരത്തെ ഇല്ലായിരുന്നു. അല്ല, നിങ്ങളിപ്പോ എല്ലാവരും അറിയുകയും ചെയ്യൂല. ഇപ്പൊ ഹാഷറൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ആളുകൾ അറിയാം, അപ്പൊ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ. നിങ്ങൾ ചെറിയ കുട്ടികൾ വരെ മുനീർ കണ്ണ് ചിമ്മും അല്ലെങ്കിൽ കാട്ടക്കട എവിടെയുള്ള എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങളുടെ റീലുകളിലൊക്കെ വളരെ ശുദ്ധമായിട്ടുള്ള നല്ല വെജിറ്റേറിയൻ കോമഡീസ് ഓൺലി അങ്ങനെ പ്ലാൻ ഉണ്ടോ? അങ്ങനെ നിർബന്ധം ഇല്ല ബ്രോ, പക്ഷെ എന്നാലും മാക്സിമം നമ്മൾ ചീത്ത ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചിലതിലൊക്കെ വേണ്ടിയും വരും, നമുക്ക് അതില്ലാതെ ഒരുപാട് ചീത്ത നമ്മൾ വിളിക്കില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഓഡിയൻസിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പിള്ളേര് ചില ഇതുപോലെ അത് വരുന്നത് പിള്ളേര് കണ്ടാ കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പോ അവര് പറയില്ല, അത് അവരെ കാണിക്കൂല എന്ന് പറയും. ഇവര് കണ്ടിട്ടേ അവരെ കാണിക്കാറുള്ളൂ എന്ന് പറയും. പിള്ളേരെയൊക്കെ ഈ UK-ലൊക്കെ ഉള്ള ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പൊ അവരിങ്ങനെ മെസ്സേജ് അയക്കും, ഞാനത് ചോദിക്കും. ചിലത് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു വിളിക്കുന്നല്ല, എന്നാലും ഒരു ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. അത് ഇല്ലാതെ ഒന്നും ഒരിക്കലും അല്ലേ JP? അങ്ങനെ വലിയ പ്രശ്നമല്ല. നമ്മളിപ്പോ ജോജി സിനിമയിൽ തന്നെ യൂസ് ചെയ്യുന്ന അതിൽ കൂടുതലൊന്നും നമ്മളൊന്നും പറയത്തില്ല, മാക്സിമം അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും പോകത്തില്ല. അല്ല അങ്ങനെ അത് മാത്രമല്ല, നമ്മളിപ്പോ മറ്റേ നന്മ മരങ്ങളൊന്നും അല്ലല്ലോ, എല്ലാരും യൂസ് ഒക്കെ ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ്. മാക്സിമം ഒഴിവാക്കുന്നു. ഇപ്പൊ റീച്ചൊക്കെ ആയതുകൊണ്ട് ഒന്ന് ചവിട്ടി പിടിക്കുന്നുണ്ട്, മാക്സിമം തെറി വരാതെയൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് വടച്ചെന്നൈ ആ ഒരു ടൈപ്പ്. വടച്ചെന്നൈയിൽ ധനുഷാണോ? ചെന്നൈ മമ്മി വാങ്ങി ഇഷ്ടം, മമ്മി നല്ലടാ. അത് എന്തിനാ വിളിച്ച് പറയണത്? Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.